മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി മാറുന്നു എന്നുള്ളതാണ്. FCRAയുടെ പുതിയ ചട്ടങ്ങൾ വീണ്ടും വീണ്ടും പുതുക്കി കഴുത്തിന് കത്തിവെക്കുന്ന രീതിയിലുള്ളതായ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവരുടെ നമ്പർ വളരെ കുറവാണ്. ക്രൈസ്തവർ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. എന്നാൽ ക്രൈസ്തവർ ചെയ്യുന്ന നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന സംഭാവനകൾ അത് അതുല്യമാണ്. അതിൽ അസൂയ മുന്നിട്ട് വല്ലതാണോ ഇങ്ങനെ ചെയ്തതെന്ന് അറിയാൻ മേല. അതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ചെറിയൊരു സമൂഹം ഇത്ര നല്ല കാര്യങ്ങൾ പലയിടങ്ങളിലായിട്ട് ചെയ്തു വരുമ്പോൾ അവരുടെ സാന്നിധ്യം അറിയിക്കുന്ന പോലും അങ്ങനെ തന്നെയാണ്. അതല്ലാതെ വേറെ നമ്പർ കൊണ്ടല്ല സാന്നിധ്യം അറിയിക്കുന്നത്. അതിനകത്ത് എന്താണ് ഇത്ര ഭയപ്പെടാനുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കേരളത്തിലെ BJP നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിരുന്നത് ഈ ചട്ട ഭേദഗതി വരുന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ സഭകളുമായൊക്കെ തന്നെ ചർച്ചകൾ ഉണ്ടാകും. തീർച്ചയായും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് മുമ്പ് ഞങ്ങളെയൊക്കെ സമീപിച്ചിട്ടുള്ളത്, ശരിയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പും പിമ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കുവാനായിട്ട് ആരെയും വിളിച്ചതായിട്ട് അറിയാൻ മേല. എന്തായാലും മലങ്കര ഓർത്തഡോക്സ് സഭയെ വിളിച്ചതായിട്ട് കാണുന്നില്ല. വിരുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിലപാടെന്ന് കരുതുന്നത്. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒന്നും പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എന്തായാലും ഒരു കാര്യം ശരിയാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അധികം ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും. ഇവിടെ ദീനാനുഭവ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുന്നവരാണ്. തീർച്ചയായിട്ടും ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് അതുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ന്യൂനപക്ഷ സമുദായ സഭാംഗങ്ങൾ ഈ ഞങ്ങളെ സംബന്ധിച്ച് വിദേശത്തു നിന്നുള്ള എന്തെങ്കിലും പണം വരുന്നത് വിദേശികളുടെ പണം അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ നിന്ന് പോയി കഷ്ടപ്പെട്ട് അവിടെ ജീവിച്ചിട്ട് അവരുടെ വരുമാന മാർഗത്തിൽ നിന്ന് എന്തെങ്കിലും നാട്ടിലേക്ക് അയച്ചു തരുന്നതാണ് ഞങ്ങൾ ഇവിടെ ദീനാനുഭവ പ്രവർത്തനം അതിൽ ഉപയോഗിക്കുന്നത്. അതല്ലാതെ വിദേശ ഏജൻസികളുടെയോ അതല്ലെങ്കിൽ അങ്ങനെ ആരുടെയെങ്കിലും പണം കൊണ്ടല്ല ഇവിടെ ദീനാനുഭവ പ്രവർത്തനം നടത്തുന്നത്. സഭയുടെ മക്കളുടെ പണം കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് വരുന്നത്. കണക്കുകൾ പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം ഒരു വശത്തിരിക്കുക, ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളടക്കം അല്ലെങ്കിൽ പ്രവർത്തനം, അതാണ് മനസ്സിലാകാത്തത്. കണക്കുകൾ പരിശോധിക്കുന്നതിന് കുഴപ്പമില്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ പരിശോധിക്കണമല്ലോ. നമ്മളൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് കൃത്യമായിട്ട് എല്ലാ കണക്കുകളും, അത് സഭയുടെ പൊതു കണക്കുകളായാലും ഇൻഡിവിജ്വൽ ഇടപാട് കണക്കുകളായാലും ആധ്യാത്മിക കണക്കുകളായാലും ദീനാനുഭവ പ്രവർത്തന കണക്കുകളായാലും കൃത്യമായി ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നതാണ്. ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയും സമർപ്പിക്കേണ്ട വേദികൾ അത് കൃത്യമായി സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച, ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്നതും ഇങ്ങോട്ട് നടക്കുന്നതും എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചോണം എന്ന് പറയുന്ന ഒരു ഭീകര ജീവികളോടുള്ള പെരുമാറ്റം പോലുള്ളതായ ഒരു രീതി ഇതിനകത്ത് കാണുന്നുണ്ടെന്നാണ് അതൊരു വല്ലാത്ത കൂച്ചുവിലങ്ങാണ് കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരോടും, ഞങ്ങളെ കാണാൻ വന്ന ആളുകളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരോടും സംസാരിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം തേടിയതിന് ശേഷമേ ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെന്ന് എനിക്കറിയാൻ മേല. ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയായിട്ട് അങ്ങനെ ആരും സംസാരിച്ചായിട്ട് എനിക്ക് ഒട്ടും അറിവില്ല. ചട്ടഭേദഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഇതിനകത്ത് പിഴ ഈടാക്കുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പിഴ ഈടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ന്യൂനത കണ്ടാൽ പോലും അതിനകത്ത് ഭീമമായ രീതിയിൽ പിഴ ഈടാക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും മുന്നോട്ട് പോകണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങളൊന്നും ചെയ്യേണ്ട. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ചെറിയ പിഴകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതൊക്കെ കറക്റ്റ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് ഉള്ളത്. എന്നാൽ അവിടെ പോലും നിങ്ങളുടെ മേൽ ഭീമമായ പിഴ ചുമത്തും എന്ന് പറയുന്ന ആ ഒരു പ്രവണത ആണ് നമുക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാത്തത്. അതിൻ്റെ അർത്ഥം സഭകളോ സമുദായങ്ങളോ ഒന്നും ദീനാനുഭവ പ്രവർത്തനങ്ങളൊന്നും അധികം ചെയ്യേണ്ട, അടങ്ങി ഒതുങ്ങി കയറി മൂലയിൽ കുത്തിയിരുന്നാൽ മതി എന്ന് പറയുന്ന ഇതിൻ്റെ മറ്റൊരു വെർഷനായിട്ട് കണ്ടാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. ആരെങ്കിലും ഒക്കെ ഫോഴ്സ് ചെലുത്തി മതപരിവർത്തനം നടത്തുകയാണെന്നെങ്കിൽ അതിന് കൃത്യമായും ചോദ്യം ചെയ്യണമെന്നുള്ളത് ഉറപ്പാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു കാര്യം ഇവിടെ ഉണ്ട് ജനാധിപത്യത്തിൽ.
ഒരു വ്യക്തിക്ക് അദ്ദേഹം ഇതുവരെ തുടർന്നു വന്ന ഒരു ശൈലിയിൽ നിന്ന് മറ്റൊരു ശൈലിയിലേക്ക് മാറണോ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും തടസ്സപ്പെടുത്താൻ ഒക്കുമോ? മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഒരു ബിഷപ്പാണ് ഞാൻ. എനിക്ക് നല്ല അതുപോലെ അറിയാം, എൻ്റെ സഭയിൽ നിന്ന് ധാരാളം ആളുകൾ മറ്റു പലയിടങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അതിനെ വേറൊരു രീതിയിൽ കണ്ടിട്ട് അതെല്ലാം ഇനി തടയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സഭയിൽ നിന്ന് പോകുന്നതിനെ ഒന്ന് തടഞ്ഞു നിർത്താനായിട്ട് ഉള്ള മാർഗങ്ങൾ കൂടി കൊണ്ടുവരാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇടയാകണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് സ്നേഹപൂർവ്വം പറയണം. ഇത് ഇന്ത്യയിലെ സഭയാണ് മലങ്കര ഓർത്തഡോക്സ്. വിദേശ സംഭാവന നിയന്ത്രണ നിയമം